കൂടെ ഉറങ്ങണം. 3 സാമ്പത്തിക ഇടപാടുകൾ നടത്തണം. അപ്പൊ അറിയാം തനി സ്വഭാവം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് കടം ദയവ് ചെയ്ത് കടവേ വാങ്ങരുത്. അതാ പണ്ടുള്ളവര് പറയും, ഒരു കാരണവശാലും കടം വാങ്ങരുത്. കാരണം എന്തേ? സാമ്പത്തിക ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ സ്നേഹബന്ധം പോകും, ബന്ധങ്ങൾ പോകും. ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം തകരുന്നത് സാമ്പത്തിക ഇടപാടില്ല. അല്ലേ? ഉള്ളാരും പറയുന്നത് അല്ലേ? അല്ലേ? അതാണ് പൈസ ചോദിച്ചു കഴിഞ്ഞാ പോയി. സാമ്പത്തിക ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ, അതുകൊണ്ടാ പറഞ്ഞ വേണ്ടാന്ന്. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ കൂടെ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്ന അറിയില്ലേ? കൂടെ കിടന്നവനെ രാപ്പ്, അങ്ങനത്തെ ഒരു പഴഞ്ചലുണ്ടല്ലോ. എന്താ എന്തോ ഉണ്ട്, പറയുന്നില്ല, അതറിയാലോ. കൂടെ കിടന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാം. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ അറിയാം ഒരാളുടെ സ്വഭാവം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാ.